ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2025 ലാസ്റ്റ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അച്ഛൻ ഞങ്ങളെ അങ്ങോട്ട് ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട് നാവായിക്കുളത്താണ്. പിള്ളേർക്ക് വെക്കേഷനൊക്കെ ആയതുകൊണ്ടും കുറച്ച് ദിവസം അവിടെ നിൽക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷവും കൂടെ കടന്നു പോവുകയാണല്ലേ. ഈ ഒരു വർഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ നല്ലതും നടന്നിട്ടുണ്ട്, ചീത്തയും നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന വർഷത്തിൽ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ. വീട്ടിലേക്കുള്ള യാത്രയിൽ ഏകദേശം റോഡുകളൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ചില സ്ഥലങ്ങളിൽ മാത്രം ഭയങ്കര ട്രാഫിക്കാണ്. ചാത്തന്നൂർ പാരുപ്പള്ളി ആ ഏരിയയിലൊക്കെ നല്ല ട്രാഫിക്കാണ്. ഞാൻ രാവിലെ തന്നെ ഇറങ്ങി. വൈകുന്നേരം ആകുമ്പോൾ ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് എല്ലാവരും പുറത്തിറങ്ങി ഭയങ്കര ട്രാഫിക്കായിരിക്കും. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഇറങ്ങി. ഞാൻ ഈ യൂട്യൂബിൽ ഈ വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് ഈ അടുത്ത സമയത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും മറന്നു പോകും, വീഡിയോ എടുക്കുന്നതിനെ പറ്റി എപ്പോഴും ഞാൻ മറന്നു പോകും. അപ്പോൾ ഞാൻ വീട്ടിലെത്തിയതും പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു, ഒന്നും ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഞാൻ വീട്ടിലെത്തിയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പം ചേച്ചിയുടെ മോള് ട്യൂഷൻ കഴിഞ്ഞ് എത്തി. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അമ്മയും എത്തി. അമ്മ വന്നപ്പോഴത്തേക്ക് നട്ട്സൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. പിന്നെ പിള്ളേരെല്ലാവരും കൂടെ മൈലാഞ്ചിയൊക്കെ ഇട്ട് ഒരു ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടി ഒരുങ്ങുകയാണ്. പിന്നെ അവരുടെ ഡാൻസ് കളിയും പാട്ടും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഡാൻസൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു പട്ടി വന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടത് കേട്ടോ. ഇത് അമ്മ ആഹാരമൊക്കെ കൊടുക്കും, അതുകൊണ്ട് ഇത് വല്ലപ്പോഴുമൊക്കെ ഇവിടെ വരുന്ന പട്ടിയാണ്. അങ്ങനെ കുറേ നേരം ഡാൻസ് കളിച്ച് എല്ലാവരും ഓരോരോ സൈഡിലോട്ടാവാൻ തുടങ്ങിയായിരുന്നു. എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കൾക്കൊക്കെ വിശക്കുന്നെന്ന് പറഞ്ഞ് അങ്ങനെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. വൈകുന്നേരം ചേച്ചി ജോലി കഴിഞ്ഞ് എത്തിയപ്പോഴത്തേക്ക് ഫുഡ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. സ്വാഭാവികമായിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, അതുകൊണ്ട് എടുത്തിട്ടില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെയും കലാപരിപാടികളുണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഡാൻസ് കളിയും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അതെന്തായാലും 12 മണി കഴിഞ്ഞിട്ടേ ഉറങ്ങുന്നുള്ളെന്നവർ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുവരെ അവർ എൻജോയ് ചെയ്തു. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് ആഘോഷിക്കട്ടെ എന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് മോളാട്ടോ പറഞ്ഞത് ദീപാവലിക്ക് മേടിച്ച കുറച്ച് പൂത്തിരിയൊക്കെ ബാക്കി ഇരിപ്പുണ്ടെന്ന്. എന്നാൽ വിചാരിച്ചു 12 മണിയാകുമ്പോഴത്തേക്കും നമുക്കും ഒന്ന് ആഘോഷിച്ച് കളയാമെന്ന്. അങ്ങനെ പൂത്തിരിയൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് സെറ്റായിട്ട് ഇറങ്ങി കേട്ടോ. ആദ്യം ഉത്സാഹം കാണിച്ച് ഇറങ്ങിയവർ തന്നെ ഒരു പൂത്തിരി കത്തിച്ചപ്പം തന്നെ അതിൻ്റെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് അവർ പേടിച്ചിട്ട് തറയിട്ടിട്ട് അവർ ഓടിക്കളഞ്ഞു. അങ്ങനെ പൂത്തിരിയൊക്കെ കത്തിച്ച് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങി. അപ്പം ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വരാം. ബൈ.